സിറ്റ് ഡൗൺ. അപ്പം നമ്മുടെ ഈ വർഷത്തെ കോളേജ് ട്രിപ്പ് ഫൈനലായിട്ടുണ്ട്. സായലൻ കൂർഗിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എവിടെ ആയിഷ ഖാലിദ്? എടോ താനാണ് സ്റ്റുഡൻറ് കോർഡിനേറ്റർ. ഞങ്ങൾ മാത്രം കഷ്ടപ്പെട്ടാൽ പോരല്ലോ, താനും കുറച്ച് കഷ്ടപ്പെടും. തനിക്ക് വേണമെങ്കിൽ ഹെൽപ്പിന് ഒരാളെ കൂട്ടാം. വേറെ ക്ലാസ്സിൽ നിന്നുള്ള ആളെ എടുക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, സെയിം ഡിപ്പാർട്ട്മെന്റ് ആയാൽ മതി. നീയാണ് എൻ്റെ ട്രിപ്പ് അസിസ്റ്റന്റ്. ട്രിപ്പ് അസിസ്റ്റന്റാ? എന്ത് അസിസ്റ്റന്റ്? അതായത് എന്നെ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യണം, എന്നെ അസിസ്റ്റ് ചെയ്യണം, എൻ്റെ ബാക്കിൽ തന്നെ നടക്കണം. അതിപ്പോൾ ഇപ്പോഴും എൻ്റെ പണി അത് തന്നെയാണല്ലോ, നിൻ്റെ ബാക്കിൽ നടക്കൽ. അങ്ങനെ ബാക്കിൽ നടക്കുന്ന ആരില്ല പറഞ്ഞത്. എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ എന്ത് പറയുമ്പോൾ അത് ചെയ്യണം. അതിപ്പോഴും ഞാൻ അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എൻ്റെ അസിസ്റ്റൻറ്റ്. ഞാൻ എന്നെ ഇവർ പിടിച്ച് കോർഡിനേറ്റർ ആക്കി ട്രിപ്പിൻ്റെ. ഞാൻ മാമിൻ്റെ അടുത്ത് എൻ്റെ അസിസ്റ്റൻറ്റ് വേറെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മാം മറ്റേ അൻഷിതനെ സെറ്റാക്കും. എനിക്ക് പറ്റൂല അവളെ കൂടെ നടക്കാൻ. അതിന് ഞാൻ വരുന്നൊന്നുമില്ല ട്രിപ്പിന്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. നീ ആരാണ്ട് പിന്നെ? നീ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അത് ഞാൻ വാപ്പാടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റി തരാം. എങ്ങനെ? വാപ്പാടെ ജീപ്പയുടെ പിന്നെ എൻ്റെ അടുത്തുണ്ട്. പുണ്യം ചെയ്യണം നിന്നെ പോലത്തെ ഒരു മോളെ കിട്ടാൻ. അത് വിട്, നീ വരണം. അപ്പോൾ ട്രിപ്പ് എനിക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഞാൻ നിൻ്റെ കൂടെ ഹെൽപ്പിന് നടക്കുക. വാപ്പാടെ പൈസ അടിച്ചു മാറ്റിയിട്ട് നിന്നെ ഞാൻ ട്രിപ്പ്. ബ്ലാക്ക് മെയിൽ. റൂബി, നീ ഓക്കെ ആണോ? അല്ലേ? ഇതിപ്പോൾ ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തേലും നടക്കുമോ? ചെയ്യാൻ വരൂലേ? അവനെങ്ങനെയാലും തൂങ്ങി പിടിച്ച് വന്നോളൂ. ബസ്സിൽ സീറ്റ് ഉണ്ടല്ലോ. സീറ്റിൻ്റെ അല്ല, പൈസ ഉണ്ടാവില്ലേ? അതൊക്കെ അവൻ സെറ്റ് ചെയ്തോളും. വാ. നീയാണോ കോർഡിനേറ്റർ? നല്ലതാ, ട്രിപ്പിൽ കുറച്ച് അടക്കം ഒതുക്കം ഉണ്ടാവല്ലോ. അപ്പം എന്നെ അടക്കാനും ഒതുക്കാനും ഒക്കെ പ്ലാൻ ഉണ്ടോ സാറിന്? എനിക്ക് അങ്ങനെ ഒരു പ്ലാനും ഇല്ല, നീ എങ്ങനെയാണോ അങ്ങനെ. ബട്ട് സാറ് പേടിക്കണം. ഞാൻ എന്ത് ചെയ്തു? സാറിൻ്റെ ചുറ്റിൽ എപ്പോഴും ഇങ്ങനെ കുറേ ഗേൾസ് ഇങ്ങനെ. അതിപ്പോ നിന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ബോയ്സ് ഇല്ലേ? അവരെ ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചെയ്യുന്നുണ്ടോ? സാറ് ചെയ്തില്ല, മനുഷ്യന്മാരുടെ മനസ്സല്ലേ, മാറിയാലോ. നിനക്കെന്നെ വിശ്വാസമില്ല? ഞാൻ വെറുതെ പറഞ്ഞത്, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. എന്നാലും റിസർവ്സ് ആൻഡ് സർപ്ലസ്. സാറിന് എന്നെ മിസ് ചെയ്യാറുണ്ടോ? നീ ഇത് ശ്രദ്ധിക്ക ഐഷ, നീ ഇവിടെ പഠിക്കാനല്ലേ വരുന്നേ? അല്ല, അത് സാറിന് അറിയില്ല. എന്നെ മിസ് ചെയ്യാറുണ്ടോ? അതിന് നമ്മളെപ്പോഴും കാണുന്നില്ലേ, പിന്നെ നിന്നെ മിസ് ചെയ്യുന്നു. അങ്ങനല്ല, നമ്മൾ കാണാത്തപ്പം ഈ വീക്കെൻഡ്, ഈ സൺഡേ കോളേജ് ഇല്ലാത്ത ദിവസം എന്നെ കാണൂലല്ലോ. അപ്പൊ എന്നെ മിസ് ചെയ്യാറുണ്ടോ? എങ്ങനെ? ലൈക്ക് ഐശുവിനെ കാണാൻ തോന്നുന്നു, ഇന്ന് ഐശുവിനെ കണ്ടില്ലല്ലോ, ഐശുവിനെ കാണാൻ പൂതിയാന്ന്, അങ്ങനൊന്നും? ഇടക്കൊക്കെ. എന്താ തോന്നല്? ഐശാനെ കണ്ടില്ലല്ലോ അങ്ങനല്ല. പിന്നെ എങ്ങനെ? എന്നെ ഇങ്ങനെ കാണാൻ ആഗ്രഹം തോന്നാറുണ്ടോ? എനിക്ക് സാറിനെ എപ്പോഴും കാണാൻ തോന്നും. അതെനിക്കറിയാം. സാറിന് എന്നെ അങ്ങനെ കാണാൻ തോന്നാറില്ല. ഐഷ, നമുക്കിതൊക്കെ നിന്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതെപ്പോഴാ? ഞാൻ ചത്തിട്ട് കുഴിയിലെടുക്കുമ്പോഴോ? 6 മാസം കൊണ്ട് നീ മരിച്ചു പോകില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചോ. നമ്മളെവിടെയാ നിർത്തിയത്? പ്രോഫിറ്റ് ആൻഡ് സർപ്ലസ്. എന്തായിരുന്നു പ്രോഫിറ്റബിലിറ്റി?